ഹരഹര മഹാദേവ ശംഭോ മഹാദേവ. ഈ ക്ഷേത്രത്തിന്റെ പേരെന്തുവാണ്? ശ്രീ സാംബശിവ ക്ഷേത്രം. എത്ര വർഷം പഴക്കം കാണും? ഏകദേശം എത്രയായിരുന്നു? അല്ല അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ ഇതിന്റെ മൂലക്ഷേത്രം വേറെയില്ലേ? മൂലക്ഷേത്രം, ആ മൂലക്ഷേത്രത്തെ എത്ര വർഷം പഴക്കമുണ്ട്? 3500 വർഷം. അപ്പൊ ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ക്ഷേത്രം? ആ മൂലക്ഷേത്രത്തിന് 1/2 കിലോമീറ്റർ ഉണ്ട്. അവിടുന്നാണ് അറിയില്ല. അവിടുന്നല്ലേ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്നാണോ? അപ്പൊ അത് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച് എത്ര വർഷമായി? 19 വർഷക്കാലമായി. അപ്പൊ ഇത് ശിവനും പാർവതിയും കൂടെ, ശിവന് അർദ്ധനാരീശ്വരി പ്രതിഷ്ഠയാണ്, രൂപത്തിലുള്ളതാണ്. ശിവലിംഗമാണേലും അതിന്റെ പുറവശത്തെ നാരീശ്വരിയായിട്ട് സങ്കല്പമാണ്, പാർവതി ദേവിയായി സങ്കല്പമുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പൂജാധികാര്യങ്ങളെല്ലാം കൂടെ. ഇവിടുത്തെ തന്ത്രി ആരാണ് പ്രതിഷ്ഠിച്ചത്? മഹേശ്വര താഴമൺ കണ്ടര് മഹേശ്വരാണ് പ്രതിഷ്ഠിച്ചത്. അപ്പൊ ഇവിടെ ദിവസപൂജ ഉണ്ടായിരുന്നോ? ദിവസപൂജ ആഴ്ചയിലായിരുന്നു പൂജ. എല്ലാ ശനിയാഴ്ച. അങ്ങനെ ഇരിക്കുമ്പോഴാ കൊറോണ വന്നത്. സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് മാസത്തിൽ ഏത് ദിവസമായിട്ടാണ് നമ്മൾ എല്ലാ തിരുവാതിരക്കാണ്, എല്ലാ മാസത്തിലും തിരുവാതിര ദിവസമാണ് നമ്മൾ ഈ പൂജ. അപ്പൊ ഒരു നേരമുള്ള പൂജ 2 നേരം ഉണ്ടോ? 2 നേരമുണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെ ഉപദേവതകൾ ഉണ്ടെന്ന് അറിയാമോ? ഗണപതി, അയ്യപ്പന്, ഭുവനേശ്വരി, അപ്പൊ നാഗ അതിമനോഹരമായിട്ടുള്ളത് നോക്കണം. നാഗരാജാവ് നാഗയക്ഷിയെ അതില്ലേ. അപ്പൊ അടുത്ത മാസമാണ് ഇവിടെ നൂറും പാലും നടത്തപ്പെടുന്നത്. ഉത്സവം അടുത്ത മാസമാണ്. ഇവിടെ തിരുവാതിരവട്ടാണോ ഉത്സവം? തിരുവാതിരക്ക് അയ്യപ്പന്റെ പ്രതിഷ്ഠ നടത്തി ഉപദേവാലയം. അന്ന് ഇപ്പൊ മടത്തിന്ന് പറഞ്ഞ അങ്ങനെ ഇതാണ് അയ്യപ്പന്റെ. ഇത് ഗണപതി ഉപദേവതയായിട്ട് അയ്യപ്പനെ കണ്ടില്ലേ. തിടപ്പള്ളി നല്ല അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. കണ്ടില്ലേ, ഋഷഭവാഹനമേ ചൈതന്യത്തോടു കൂടിയുള്ള ഋഷഭനാണ്. ഇതാണ് ക്ഷേത്രം. അതിമനോഹരമാണ്. ഭക്തജനങ്ങൾ, ദൂരെയുള്ള ഭക്തജനങ്ങൾ, കാരണം ഭഗവാനോട് ചേർന്ന്, പാർവതി ദേവിയോട് ചേർന്ന് തന്നെയാണ് ഗണപതി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ശ്രീകുവിനോട് ചേർന്ന് പിടിച്ചാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ദൂരെ നിന്നുള്ള ഭക്തജനങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ നിന്ന് ദർശനം കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് അയ്യപ്പന്റെ ക്ഷേത്രം. ഭുവനേശ്വരി അമ്മ ചെന്നൈയിൽ നിന്ന് കണ്ടില്ലേ, മദ്രാസിൽ നിന്ന് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നും സ്വാമിമാര് കണ്ടു. അവർക്കൊക്കെ അതിനെപ്പന്നെ അനുഭവം ഉള്ളത് കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവ കണ്ടില്ലേ, അവ കണ്ട ഇത് ഒരു ആന്ധ്രക്കാരന് സംഭാവന ചെയ്തതാണ് ദീപാരാധന. കണ്ടില്ലേ മേളത്തിൽ. അങ്ങനെ ദൂരെ നിന്നുള്ള ഭക്തജനങ്ങൾക്കാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് ഇതില്ല, കേരളം ഒറ്റയ്ക്കുള്ള, വിദേശത്തു നിന്നൂടെ ആൾക്കാരാണ്. ലോകം മൊത്തം അറിയപ്പെടണമേ ഇങ്ങനെയുള്ള ശിവക്ഷേത്രമേ അപൂർവമാണ്. ഇത്ര വർഷം പഴക്കമുള്ള മൂലക്ഷേത്രമായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ്. 7000 വർഷത്തിന് പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് ഏകദേശം 16 വർഷക്കാലമായി. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ, ഉത്സവ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഈ അച്ഛനാണ് പറഞ്ഞിരിക്കുന്നത് 7000 വർഷം. പേരെന്തോ അച്ഛന്റെ? നമ്മുടെ പേരെന്തായിരുന്നു? വിജയൻപിള്ള അല്ലേ ഇതിനകത്ത് ഈ പൂജ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളല്ല. ഇത് സ്ഥിരമായിട്ട് 16 വർഷം കൊണ്ട് 19 വർഷം കൊണ്ട് മുരളീധരൻ ആണ് 19 വർഷം കൊണ്ട് പാരായണം ചെയ്യുന്ന, മഹാദേവന്റെ സന്നിധിയിൽ ഇരുന്ന് പാരായണം ചെയ്യുന്ന ആളാണ്. കണ്ടില്ലേ, ആണ് ഒരു സ്വാമി. സമർപ്പണം ജി ജോസന ജി സായി പ്രസാദ് തെലങ്കാനയിൽ നിന്നുള്ള ഒരു ഭക്തൻ സമർപ്പിച്ചതാണ്. അപ്പോൾ നോക്കണം, ഇതെവിടെ വരെ പ്രാധാന്യം എത്തിച്ചേർന്നു. അപ്പൊ കർക്കിടക മാസത്തിലും വായനയുണ്ട്. വൃശ്ചികത്തിൽ 41 ദിവസവും വൃശ്ചികത്തിൽ വായന കണ്ടോ ഭഗവാന്റെ അയ്യപ്പന്റെ. കൊറോണയ്ക്ക് പോലും ഇവിടെ അടച്ചിട്ടില്ലെന്നുള്ളതാണ് പറയപ്പെടുന്നത്. കണ്ടില്ല. അപ്പൊ ശരി, അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. ഇന്ന് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് പന്തളം യോഗി, അതായത് ഗോപാലകൃഷ്ണൻ തിരുമേനിയായിരുന്നു ഇന്നത്തെ പൂജ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. മഹാദേവന്റെയും ഐശ്വര്യം
എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹര മഹാദേവ്, ശംഭോ മഹാദേവ്.